HMPV ആദ്യത്തെ കേസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചു. ഇന്നത്തെ ഫ്ലാഷ് ന്യൂസ് എന്നതാണ് പുതിയൊരു വൈറസ് കണ്ടുപിടിച്ചു, കോവിഡിനേക്കാൾ ഭീകരനായിട്ടുള്ള ഒരു വൈറസ് പുതിയതായിട്ട് രൂപപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് പല സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റി വാർത്തകൾ പ്രചരിക്കുന്നത്. എന്നാൽ ഇക്കാര്യം മനസ്സിലാക്കിക്കോളി, ഇതൊരിക്കലും ഒരു പുതിയ വൈറസ് അല്ല. 2001 കണ്ടുപിടിക്കപ്പെട്ട ഈ വൈറസ് 2011 12 അമേരിക്കയിലും യൂറോപ്പിലും കാനഡയിലും പലതരം ഫ്ലൂ സീസണുകളിൽ ഇതിന്റെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കഴിഞ്ഞ 10-50 വർഷമായിട്ട് തണുപ്പ് കാലങ്ങളിൽ നമുക്കിടയിൽ തന്നെ ജലദോഷപ്പനിയുടെ രൂപത്തിലായിട്ട് ഈ വൈറസ് ഇവിടെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ഇനി ഇപ്പൊ ഇതിന് കൂടുതൽ വാർത്താ പ്രാധാന്യവും ഓവർ ഹൈപ്പും കിട്ടാനുള്ള കാരണം വേറൊന്നുമല്ല, കൊറോണ വൈറസ് ആദ്യം സ്ഥിരീകരിച്ചത് ചൈനയിലായതുകൊണ്ടും ഇപ്പൊ തന്നെ ചൈനയിലെ ചില വടക്കൻ പ്രവിശ്യകൾ ഇതിന്റെ കേസ് കൂടുതലായി കണ്ടു എന്നുള്ളത് കൊണ്ടും മാത്രമാണ്. ഇനി ഈ വൈറസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരു RNA വൈറസാണ്. ശ്വാസകോശത്തിന്റെ മുകൾ ഭാഗത്തെ ബാധിച്ച് സാധാരണഗതിയിലുള്ള ജലദോഷപ്പനികൾ മാത്രം വന്ന് സ്വമേധയാ സെൽഫ് ലിമിറ്റായി അത് കുറഞ്ഞു പോവുകയാണ് ചെയ്യാറുള്ളത്. ഇത് പ്രായഭേദമന്യേ എല്ലാവരെയും ബാധിക്കെങ്കിലും 5 വയസ്സിൽ കുറവും 65 വയസ്സിൽ കൂടുതലും പ്രതിരോധശേഷി കുറഞ്ഞതുമായിട്ടുള്ള ആളുകൾ ശ്വാസകോശത്തിന്റെ താഴ്ഭാഗത്തോട്ട് ഇൻഫെക്ഷൻ പരക്കാനും ന്യൂമോണിയ പോലെയായിട്ടുള്ള ഗുരുതരാവസ്ഥയിലോട്ട് മാറാനും സാധ്യതയുണ്ട്. ഇനി ഇതിനാണെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ആന്റിവൈറൽ മരുന്നുകളോ വാക്സിനേഷനോ എവിടെയും കണ്ടുപിടിച്ചിട്ടില്ല. ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. മാസ്ക് ഉപയോഗിക്കുക, തുമ്മുമ്പോഴും ചുമക്കുമ്പോഴൊക്കെ വായ പൊത്തി വെക്കുക, കൈ സാനിറ്റൈസ് ചെയ്യുക, സോപ്പിട്ടൊക്കെ വൃത്തിയായിട്ട് കൊണ്ട് നടക്കുക, അസുഖം വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കുക, മറ്റുള്ളവരായിട്ട് സമ്പർക്കം ഒഴിവാക്കുക. ഇത്ര മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ. വാട്സപ്പിലും ഇതിലൊന്നും കാണുന്ന വാർത്തകളൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഈ അറിവിനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്